ഹലോ ഗായ്സ്, മൈ നെയിം ഈസ് ഫാൻറ്റംബോയ് വെറ്റി. എല്ലാവർക്കും സുഖമാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇന്ന് കാണുന്നവർക്കൊന്നും ഞാൻ സുഖമാണെന്നൊന്നും വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഒരു ലോജിക്കും ഇല്ലാത്ത സീനിൽ നിന്ന് തന്നെ നമ്മുടെ കേവ് എക്സ്പ്ലോറർ സീരീസിൻ്റെ നാലാമത്തെയാണെന്ന് തോന്നുന്നു. നാലാമത്തെ എപ്പിസോഡിലേക്ക് കടന്നേക്കാം. പിന്നെ ഒരു ഇൻട്രോ ആയിരുന്നല്ലേ, തോരാതെ പറഞ്ഞ ഇൻട്രോയാണ്. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. കഷ്ടപ്പെട്ടാണ് പറഞ്ഞത്. ആദ്യമേ ഇതെല്ലാം സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ട് അവസാനം പറയുന്ന സമയത്ത് തെറ്റിപ്പോകും. പോപ്പാന്നായിരുന്നു. ഇതൊക്കെ തന്നെയാണ് എല്ലാ ഇൻട്രോയിലും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഏതായിരുന്നു ചെയ്തത്? ഇത് ലൈറ്റ്നിങ്ങിൻ്റെ ആണെന്ന് തോന്നുന്നു, ഓർക്കുന്നില്ല. അതെ എൻ്റെ മൈക്കാണ്. മൈക്കാണ്. ഞാൻ സൗണ്ട് ഫുള്ള് ഓർമ്മയോ? അങ്ങനെ പാടില്ലല്ലോ. ഓക്കെ. ഇന്ന് നമ്മൾ ആക്സിലോട്ടിലിൻ്റെ ക്വസ്റ്റാണ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. ആക്സിലോട്ടിലിൻ്റെ മോന്തൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വില്ലേജറിന് ഇതിൻ്റെ അകത്തൊരു ഷ്റൂം ലൈറ്റ് ഉണ്ട്. ഇപ്പം മൈൻക്രാഫ്റ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിനകത്തൂടെ ആൾക്കാരെ കാണാൻ പറ്റുന്നു. ഇത് കണ്ടോ? പിന്നെ അടുത്ത് ചെല്ലുമ്പോൾ ഇതിനകത്തൂടെ കാണാൻ പറ്റും. അത് ചിലപ്പോൾ നന്നാക്കുമായിരിക്കും, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ കൊടുത്ത എന്തെങ്കിലും ആയിരിക്കും. എന്തെങ്കിലും ആട്ടെ. അപ്പോൾ നമുക്ക് ഇതങ്ങ് എടുത്തേക്കാം. സെലക്ട് ആയെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ നേരെ പോകുന്നു. ഇവിടെ ഇത് ട്യൂട്ടോറിയലുണ്ട്. പിന്നെ എന്നെ കാണാനാ? അല്ല, ഇത് ഈ പച്ച കളർ പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ പിന്നെ എന്നെ കാണാനാണോ എന്തോ ഇത് കൊടുക്കുന്നത്? കോമ്പസ്. എന്തായാലും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ചൈൽഡ്. എൻ്റെ അത്ര പൊക്കോളം തോന്നുന്നു. എൻ്റെ അത്ര ഒന്നുമില്ല. ഹലോ ഗൈസ്, ഞങ്ങളാണ് കൊച്ചു പിള്ളേർ. വെള്ളത്തിന് ശരി നീ പറഞ്ഞേ. This cute axolotl seems sad. Maybe this pool is too muddy for it. Would you help me relocate this axolotl to lake in the lush caves? Okay, yes. ചെറുക്കനാണെങ്കിൽ പാവം ആക്സിലോട്ടിലിനെ കൊണ്ട് ഇതിനകത്ത് മുക്കിയിട്ടേക്കുക. അടി വെച്ചിരുന്നു കേട്ടോ. എൻ്റെ വാളെന്ത് ചെയ്യും? വാളൊന്നും കാണിച്ച് പേടിപ്പിക്കണ്ട, എന്നെ ഇവിടുന്ന് പുറത്താക്കും ചിലപ്പോൾ. ഇങ്ങോട്ട് വാ. കിട്ടി. ജമ്പ് ഇൻ ടു ദ അണ്ടർ വാട്ടർ. എന്നെ സ്പീഡാണോ അവന്? ജമ്പ് ഇൻ ടു ദ അണ്ടർ വാട്ടർ ലേക്കാ. ഇതിനകത്തോട്ടോ? ഞാനിങ്ങനെ നടത്തില്ല, ഞാൻ ചത്തു. വെള്ളമല്ലേ ചാടിയേക്ക. മാത്രമല്ല മൈൻക്രാഫ്റ്റും ഇല്ലേ. ഇവിടെ 1 2 3 സ്റ്റാർട്ട്. എൻ്റെ അമ്മച്ചായി ചാടി ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ. റിലീസ് ഒളിയാരാ? റിലീസ് ചെയ്തു. റിവേഴ്സ് അണ്ടർ വാട്ടർ കേസോ എന്ന് വെച്ചാൽ ഇത് എൻ്റെ പുറകെ വരുന്നു. എനിക്ക് ട്രവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെയാണ് പഠിക്കുന്നത്. എന്നാലും അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ മേളിലോട്ട് കയറണമായിരിക്കും അല്ലേ? ഇങ്ങനല്ലേ? മേലോട്ട് വേണോ? എന്നതാ? വേണ്ട, താഴെ പോയി. എനിക്ക് മനസ്സിലായില്ല. ട്രവേഴ്സ് എന്ന് പറഞ്ഞു തന്നെ. ഈ പതയിലോട്ട് അങ്ങനെ ചാടണോ? മൈൻ ഷാഫ്റ്റുള്ള സംഭവം ഇവിടെ ഉണ്ടല്ലോ. ഇതിനകത്ത് പിന്നെ ഫോൾ ഡാമേജ് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അതെന്നാണെന്ന് എനിക്കറിയത്തില്ല. അല്ല, ട്രവേഴ്സ് എന്ന് പറഞ്ഞു തന്നെ ഗൈസ്, എനിക്കറിഞ്ഞൂടാ. എൻ്റെ മോനെ. നമുക്ക് അങ്ങോട്ടേക്ക് പോകാനായിരിക്കും. അണ്ടർ വാട്ടർ കേവ്സ് എന്നൊക്കെയാണ് പറഞ്ഞത്. അണ്ടർ വാട്ടർ എന്ന് പറയുമ്പോഴത്തേനും ഇതിൻ്റെ അടിയിലോട്ട് ഇനിയും കേവ് ഉണ്ടോ? എനിക്കൊന്നും അറിയില്ല. ഇത് തന്നെ എനിക്കൊന്നും മനസ്സിലാവുന്നുമില്ല. അണ്ടർ വാട്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെള്ളത്തിൻ്റെ അടിയിലായിരിക്കും. ട്രവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ജെമിനിയോട് ചോദിക്കണോ? ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ തിരിച്ചു വന്നു. ജെമിനിയോട് ചോദിച്ചപ്പം എന്തൊക്കെയാ പറഞ്ഞു, പക്ഷേ എനിക്കൊന്നും മനസ്സിലായില്ല. എന്ത് ചെയ്യാനാണെന്ന് പറയാം. സ്കൂളിൽ പഠിക്കുന്ന ആരും കാണല്ലോ കേട്ടോ. എന്നെ ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിക്കുന്നതെന്ന് പറഞ്ഞാലും ഇതാണ് ഉദ്ദേശിച്ചേ. ഇതിലെ വെള്ളമൊക്കെ പോകുന്നുണ്ട്. ചിലപ്പോൾ ഇതായിരിക്കും ഉദ്ദേശിച്ചത്. നമുക്ക് നോക്കാം. താഴെ പോയി. എന്നാൽ പിന്നെ ബബിളൊന്നും ഇല്ല എനിക്ക്. ബബിളെന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇല്ലെന്ന്. ഇവിടുന്ന് ഇങ്ങനെ ബബിളൊക്കെ എടുത്തിട്ട് പോകാം. എന്തോ
ഇങ്ങോട്ടേക്കൊക്കെ പോവല്ലേ? ഇങ്ങോട്ടേക്കൊക്കെ പോയി നോക്കാം നമുക്ക്. അണ്ടർ വാട്ടർ കേവ്സ് നോക്കാനൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ നിന്ന് ബബിളൊക്കെ എടുത്ത് ഇങ്ങനെ വഴിയെന്ന് വരാം. അവിടെ ചത്തുപോകും പക്ഷെ ബബിള് തീർന്നു. ഓ, അടുത്ത ബബിള് തീരുന്നതിന് മുന്നേ പെട്ടെന്ന് പോകാം നമുക്ക്. എൻ്റെ മോനെ. ഓക്കെ ഓക്കെ, ഇതിങ്ങനെ മേളിലോട്ടേക്ക് ഇങ്ങനെ പോകാൻ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ ബബിള് തീരത്തൂല്ല. അയ്യോ, വേണ്ട ചെറിയ സ്പേസ് കിട്ടി. അയ്യോ, അവിടെ നിന്ന് എടുക്കാനും പറ്റുന്നുണ്ട്. ഓ, ഞാൻ വിചാരിച്ചു ഞാൻ തീർന്നു. ഓക്കെ, ഏതാ പോകുന്നു ഞാൻ പിന്നെ. എൻ്റെ പൊന്നെ, ഇത് പോകുന്നുമില്ല. എന്നാ ചെയ്യാനാണെന്ന് പറ. ഇഷ്ടം. അത് മേളിലോട്ടേക്ക് പോകത്തില്ല. അപ്പം മേളിലോട്ടേക്ക് തന്നെ ഞാൻ വല്ല ലൂപ്പിലും പെട്ടുപോയോ? ഈ സ്ഥലമല്ലേ ഇവിടെ കുറച്ച് ഉണ്ട്. അയ്യോ, ഞാനിത് എവിടെയാ? ഒന്നും മനസ്സിലാവുന്നില്ല ഞാൻ എവിടെയാണെന്ന്. ഇത് ഗ്ലോസ് ക്യൂട്ടൊക്കെ ഇത് എവിടെയാണെന്ന് എനിക്ക് പോലും മനസ്സിലാവുന്നില്ല. അങ്ങോട്ടേക്ക് പോയി നോക്കാം. അങ്ങനെ നമ്മുടെ കേവ് എക്സ്പ്ലോറർ സീരീസ് ഇപ്പോൾ മൊത്തത്തിൽ തീർന്നിരിക്കുന്നു. അങ്ങനെയൊന്നും പറയാനൊന്നും പറ്റത്തില്ല. എവിടെയാണെന്ന് എനിക്ക് പോലും അറിയത്തില്ല. പിന്നെ എന്തോ ചെയ്യാനാ? കോട്ടെ പറത്തി വിട്ടോ. യെസ്, ഞാൻ ഇവിടെ കണ്ടെത്തി. ഇതെവിടെ? ഓ ഓ ഓ ഞാനിതെവിടെ ഇപ്പം? എനിക്കറിയാൻ മേല ഗൈസ്. അയ്യോ, ഞാനിത് എവിടെയാണെന്ന് ആര് പറഞ്ഞു തരും കൂട്ടുകാരെ? ഇവിടെ പാർക്കോറൊക്കെ ആരാണ്ടോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചാടാനും പറ്റുന്നില്ല. എൻ്റെ പാർക്കോർ സ്കില്ലൊക്കെ ഏത് കാട്ടൊക്കെ പോയി കിടക്കുവാണെന്നുണ്ട്. ചടിക്കോ. എൻ്റെ ഞാൻ ആ ഏറിക്കൂടെ ചാടി വന്നു. ഇച്ചിരി കഴിവ് കൂടിപ്പോയി ഗൈസ്. അത് കഴിവ് കുറഞ്ഞിട്ടാണ്. അതിനൊരു സൗണ്ട് കേട്ടെ. അപ്പോൾ ജനലിൽ കൂടെ എന്തൊരു സൗണ്ട് കേട്ടു ഗൈസ്. ഇതിലല്ല, റിയൽ ലൈഫിൽ ആരാണ്ടോ സൗണ്ട് കേട്ടിട്ട് ജനലിൽ കൂടെ കൊട്ടുന്നതാണെന്ന് തോന്നുന്നു. ചടിക്കോ. ഇവിടുന്ന് ഒറ്റച്ചാട്ടം. പിന്നെ അല്ലാതെ തന്നെ സുധിയണ്ണൻ്റെ എല്ലാ അനുഗ്രഹവും ഉള്ളപ്പോൾ പിന്നെ ഇതൊക്കെ എന്ത് ഇങ്ങനെ. എൻ്റെ അമ്മച്ചി, ഇവിടെ എത്തി. ഇതൊക്കെ ഏത് സ്ഥലം? ഞാൻ ട്രവേഴ്സ് ദ അണ്ടർ വാട്ടർ കേവ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിപ്പോൾ ഞാൻ എവിടെയാണെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. ഇതിലേ ചാടാം. ചാടി എവിടെ എത്തുമോ എന്തോ. ചിന്നമ്മച്ചി ഇപ്പോൾ കിടന്നേനെ. ചടിക്കോ. ഇവിടെ എത്തി. ഇത് ഇവിടെ എങ്ങോട്ടാണല്ലോ. അതെ, അതിലെ വേറെ പാർക്കറുണ്ട്. എൻ്റെ താഴെ പോയാൽ മൊത്തത്തിൽ കയറി വരണ്ടാവില്ലേ? ചാടി നോക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഇവിടെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ ഇതിലാണോ വന്നേ? ആയിരിക്കില്ല, മേലോട്ടല്ലേ. എന്നെ സമ്മതിക്കണമല്ലേ ഗൈസ്? അതുകൊണ്ട് നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ നിങ്ങളൊന്നും ഫോഴ്സ് ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾക്ക് എൻ്റെ കണ്ടൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയൊന്നും അല്ല കേട്ടോ, ശരിക്കും സബ്സ്ക്രൈബ് ചെയ്യാം. ചടിക്കോ. ഞാൻ വിചാരിച്ചു ഞാൻ താഴെ പോയെന്ന്. ഇത്ര നേരമായിട്ട് ഞാൻ താഴെ പോയിട്ടില്ല ഗൈസ്. പിന്നെ അല്ലേ, എന്നെ ചെയ്യാനാണെന്ന് പറ. എൻ്റെ കഴിവേ. പിന്നല്ല, മൈൻക്രാഫ്റ്റ് പണ്ട് മുതലേ കളിക്കുന്നുണ്ടായിരിക്കും ചിലപ്പോൾ. ഇങ്ങോട്ടേക്ക്. യെസ്, ഇവിടെ എത്തി ഞാൻ. ഇനി അങ്ങോട്ടേക്കാ ഇങ്ങനെ നടന്നത് നോക്കാം. ഇതിലൊക്കെ ഇങ്ങനെ നടന്നു പോയി നോക്കുന്നുണ്ട്. പക്ഷേ ഇത് ഞാൻ എവിടെ എത്തും എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നി ലാൻഡൺ വെച്ചൊക്കെ നടത്തൂടെയാണ് പോകണ്ടെന്ന്. ലാൻഡണൊക്കെ വെച്ചിട്ടുണ്ട് കുറേ. അയ്യോ, ഇനി എങ്ങോട്ടാ? താഴെ കുഴിയാണല്ലോ ഗൈസ്. പെട്ടു. ഇത് വെച്ച് അത് ഒഴിക്കാനും പറ്റും. ചാടേണ്ടി വരുമോ? അത് അങ്ങോട്ടേക്കായിരുന്നു പോകേണ്ടത്. എന്നാൽ പിന്നെ അങ്ങോട്ടേക്കായിരുന്നു പോയത്. അവിടെ നിന്ന് ഇതിൻ്റെ മണ്ടലോട്ട് ചാടി ഇങ്ങനെയായിരുന്നു പോകേണ്ടത്. ഇവിടെയും കൂടെ മറ്റേ പാർട്ടിക്കിൾ കാണിക്കുമായിരുന്നെങ്കിൽ എനിക്ക് വഴിയെങ്കിലും അറിയാമായിരുന്നു. ഇതിപ്പോൾ ഒന്നുമില്ല. ഇത് ഗുഹ. ലാൻഡണൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെയാണ്. ഇങ്ങോട്ടേക്ക് ഇതിലൊക്കെ ഞാൻ വന്നതുപോലെ. താഴെ പോയി.
ആ വർഷങ്ങൾക്ക് ശേഷം ഞാൻ താല്പര്യം വർഷങ്ങൾക്ക് ശേഷമൊന്നുമല്ല. എൻ്റെ മണ്ടലോട്ടാണെങ്കിൽ കയറാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ ആദ്യമേ മുതൽ കയറണം. ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ ആ ഒളി ഒളി പൈസ ഒളി വന്നു ഇവിടെ. ഒളി വന്നേ. ഒളി എങ്ങനെയാ നമ്മുടെ കൂടെ വന്നതെന്ന് എത്ര നേരം എനിക്ക് മനസ്സിലായില്ല. ഒളി നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഒന്നുകൂടെ വരണം. എൻ്റെ അമ്മച്ചി ചാർജ് എന്തായാലും കൊണ്ട് പോകണല്ലേ. 22 ഉള്ളൂ. നമ്മളത് പിന്നെയും ഗുഹയ്ക്കകത്തൂടെ കയറി വരുന്നു. ഇവിടെ എത്തുന്നു. ഇവിടുന്ന് ചാടുന്നു. പിന്നെ വീഴുന്നു. അയ്യോ വീഡിയോ 10 മിനിറ്റായി. എൻ്റെ കയ്യിൽ അത്ര ഒന്നും അപ്ലോഡ് ചെയ്യാനുള്ള നെറ്റൊന്നുമില്ല. അപ്പം ഞാൻ അവിടെ മേളിലെത്തിയിട്ടൊന്നും നിങ്ങളെ തോണ്ട വന്നു. ഞാൻ എന്തായാലും മേളിലെത്തട്ടെ ഗൈസ്. ഞാൻ കുറച്ച് മേളിലെത്തി. അതിൻ്റെ ഇനി എങ്ങോട്ടേക്കാണ് വഴിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ലാൻറ്റേൺ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേ ഇരിക്കും. അതേതാ ഒരു കുളം? കുളത്തിനകത്തൊന്നും ഇല്ല. ഇവിടെ ഇങ്ങനെ ഒരു മൈൻ കാർട്ട് പോകുന്ന റെയിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ റെയിലൊന്നും കാണില്ല. മറ്റേ മൈൻ കാർട്ടൊന്നും ഇല്ല. മൈൻ കാർട്ട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. പക്ഷെ മൈൻ കാർട്ടൊന്നും കാണുന്നില്ല ഗൈസ്. നമുക്ക് ചാടി തന്നെ പോകാം. അല്ല എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ ഇത് ക്വസ്റ്റ് കംപ്ലീറ്റ് ആക്കിയോ? ഇത് മേളിലെത്തിച്ചു. മേളിലെത്തിയില്ല. ചുമ്മാ പോയി വന്നു. ട്രവേഴ്സ് ദ അണ്ടർ വാട്ടർ കേവ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്ര നേരമായിട്ട് അത് മാറിയില്ല. ഇത് ഞാനെങ്ങനെയാ പോകുന്നത്? ഇത് വെറുതെ റെയിലൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതില്ലല്ലോ. മൈൻ കാർട്ട് വരണമെങ്കിൽ അപ്പം നമ്മൾ ആ ക്വസ്റ്റ് കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ തിരിച്ചു പോകേണ്ടിയിരിക്കുന്നു കേസ്. എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക്
ഗൈസ് ഞാനൊന്ന് ചത്തു കഴിഞ്ഞപ്പോൾ അതാണ്ട് തിരിച്ചിവിടെ എത്തി. പക്ഷേ ഇപ്പോഴാണ് കാര്യമെല്ലാം മനസ്സിലായി. ഞാനിവിടെ ഗ്രൗണ്ടിനെയൊക്കെ കൊല്ലണം, എന്നിട്ടാണ് ഞാൻ പോകേണ്ടത്. മീറ്റ് ഓവർ ദ ഇനിയാണ് ട്രവേഴ്സ് ദ അണ്ടർ വാട്ടർ കേവ്സ്. അത് കഴിഞ്ഞ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതിലാണോ പോകണ്ടേ? ഇതാണോ? ഇതാണ് ഡൗട്ടായത് മൊത്തം. ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് ഡൗട്ടാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പോൾ വീഡിയോ മൊത്തം 16 മിനിറ്റായി. ഫുൾ ഓക്സിജൻ. ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ഒന്ന് തിരിച്ചു പോയി നോക്കട്ടെ. ഇത് കൺഫ്യൂഷനായല്ലോ മൊത്തം. അയ്യോ ഗൈസ്, വീട്ടിൽ കറണ്ട് പോയി. ഫോണിലാണെങ്കിൽ ഒന്നാമത്തെ ചാർജും ഇല്ല. ഇനി എന്തോ ചെയ്യും? കറണ്ട് പോയല്ലോ. കൺഫ്യൂഷൻ. പെട്ടെന്ന് പോയി നോക്കാം. നമുക്ക് ട്രാവേഴ്സ് ചെയ്ത് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചെടുത്ത് തന്നെ നോക്കാം. പെട്ടെന്നാവ്. ഞാൻ പെട്ടെന്ന് അവിടെ എത്തിക്കോട്ടെ ഗൈസ്. Huh.